നമസ്കാരം, പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് ബാലകൃഷ്ണൻ എമ്പ്രാന്തിരിയാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. വിഷുക്കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അത് എപ്പോൾ പോകാം, എങ്ങനെ പോകാം, അങ്ങനെയൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റും? നമുക്കിപ്പോൾ വിഷുവായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, ശബരിമലയെ സംബന്ധിച്ചോളം ഒരുപാട് എല്ലാം മനസ്സിലാക്കാതെ അവിടെ വന്നിട്ട് കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഭക്തന്മാരെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വിഷുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3-4 വർഷങ്ങൾ കൂടുമ്പോൾ വിഷുവിൻ്റെ ഡേറ്റിന് ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ചില വർഷങ്ങളിൽ മലയാള മാസം 1-ാം തീയതിയുടെ അടുത്ത ദിവസം മലയാള മാസം 2-ാം തീയതി വിഷുവായിട്ട് വരും. ചില വർഷങ്ങളിൽ മലയാള മാസം 1-ാം തീയതിയുടെ തലേന്ന് വിഷു വരും. അപ്പോൾ ഈ വർഷം 14-ാം തീയതിയാണ് മേടമാസം 1-ാം തീയതി. എന്നാൽ വിഷു വരുന്നത് മേടമാസം 2-ാം തീയതി, ഇംഗ്ലീഷ് 15-ാം തീയതിയാണ് വരുന്നത്. ഇത് ഏത് ഡേറ്റുകൾ വന്നാലും ശബരിമല തുറക്കുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. അതായത് കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ, കാരണം ഭക്തന്മാരുടെ തിരക്ക് കൂടുന്നത് കൊണ്ട് ഒരു 3 ദിവസം മുൻപേ തന്നെ നട തുറക്കാറുണ്ട്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ശബരിമല നട തുറക്കുമ്പോൾ തലേ ദിവസം വൈകുന്നേരത്തെ സമയങ്ങളിലാണ് നട തുറക്കാറ്. അപ്പോൾ 10-ാം തീയതി നട തുറന്നാൽ 11-ാം തീയതി മുതൽ മറ്റുള്ള ദിവസങ്ങളെ പോലെ തന്നെ അഭിഷേകങ്ങളും മറ്റുള്ള പൂജകളും എല്ലാം ഉണ്ടാവും. വിഷുക്കണി ദർശനം ഈ പ്രാവശ്യം മലയാള മാസം 2-ാം തീയതി, അതായത് ഏപ്രിൽ 15-നാണ് നടക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മാസങ്ങളിലും 1-ാം തീയതി മുതൽ എത്രാം തീയതി വരെയാണ് ശബരിമല നട തുറക്കുന്നത്? ആളുകൾക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടാവും. അതെ, അത് ഇപ്പോൾ തുറക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഒട്ടനവധി സംശയങ്ങൾ ആളുകൾക്കുള്ളത്. ഏതൊക്കെ സമയങ്ങളിൽ അഭിഷേകം നടക്കുന്നുണ്ട്, ഏതൊക്കെ സമയത്ത് കുട്ടികൾക്ക്, ഇപ്പോൾ മലയാളത്തിലൊരു സമ്പ്രദായം അനുസരിച്ച് ധാരാളം കുട്ടികളെ ചോറൂണ് അവിടെ കൊടുക്കാൻ നേർന്നു വെക്കുന്ന ഒട്ടനവധി കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ തെറ്റിദ്ധാരണകളും വരാറുണ്ട്. നട തുറക്കുമ്പോഴേ ചോറൂണ് തുടങ്ങുമോ? അപ്പോൾ പല കരയുന്ന കുട്ടികളെ വെളുപ്പിനെ തന്നെ കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായവും കണ്ടുവരാറുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് അവിടെ ഉഷപൂജ കഴിഞ്ഞ ഉടനെ ചോറൂണിന് തുടങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. ഉഷപൂജ എന്ന് പറയുമ്പോൾ അവിടുത്തെ സമയം 7:30 മണിയാണ് രാവിലെ. അപ്പോൾ 7:30-ക്ക് പൂജ തുടങ്ങിയാൽ 8 മണിയോടുകൂടി ഉഷപൂജ കഴിയും. അപ്പോൾ ഉഷപൂജ കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കാം. അതുമുതൽ ഉച്ചപൂജയ്ക്ക് നട അടയ്ക്കുന്ന സമയം വരെ, ഏകദേശം ഒരു 12:30-1 മണി വരെ ഉള്ള സമയത്തിൽ കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കാം. ഇതേപോലെ തന്നെയാണ് നേരത്തെ എന്നോട് ചോദിച്ച പോലെ തന്നെ മാസങ്ങളിൽ, എല്ലാ മാസമുള്ള മാസപൂജകളിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് സാധാരണ മാസപൂജകളിൽ അവിടെയുള്ള പൂജകളും അഭിഷേകങ്ങളും ദർശനവും എല്ലാം നടക്കുന്നത്. തലേ ദിവസം നട തുറക്കുകയും ചെയ്യും. എന്നാൽ ചില പ്രത്യേക സമയങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ മാത്രം അഡീഷണലായിട്ട് നട തുറക്കുന്ന സമ്പ്രദായത്തിൽപ്പെട്ട ഒന്നാണ് വിഷു ദർശനത്തിന് വേണ്ടി തുറക്കുന്നത്. അവിടെ 1-ാം തീയതി ആകുന്നതിന് 3 ദിവസം മുമ്പേ തന്നെ, അതാണ് ഏപ്രിൽ 10-ാം തീയതി നട തുറന്ന് 11, 12, 13 ദിവസങ്ങളിലെല്ലാം ഭക്തന്മാർക്ക് ദർശനവും അഭിഷേകവും പൂജകൾ എന്ന് വെച്ചാൽ വഴിപാടായിട്ട് ഭക്തന്മാർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള ഉദയാസ്തന പൂജ ഉണ്ടാവാം, പടിപൂജ ഉണ്ടാവാം. പിന്നെ അതാത് സമയങ്ങളിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ വഴിപാടുകളാണ് അഷ്ടാഭിഷേകം. രാവിലത്തെ സമയത്താണെങ്കിൽ അഷ്ടാഭിഷേകം ഉണ്ടാവും. വൈകുന്നേരത്തെ സമയങ്ങളാണെങ്കിൽ പുഷ്പാഭിഷേകം ഉണ്ടാകും. നിത്യപൂജയുടെ ടിക്കറ്റ് എടുക്കാം, പിന്നെ ഉഷപൂജയുടെ ടിക്കറ്റ് എടുക്കാം. അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. കാരണം അവിടെ ഭക്തന്മാർ സോപാനത്തിന് തൊട്ട് അടുത്തുള്ള റോയിൽ നിൽക്കാനായിട്ട് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനുള്ള ടിക്കറ്റുകളെ ദേവസ്വം ബോർഡ് കൊടുക്കുകയുള്ളൂ. കൂടാതെ ഗണപതി ഹോമത്തിന് ടിക്കറ്റ് എടുത്ത് ഗണപതി ഹോമം നടത്താം. അങ്ങനെ ഓരോ സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ വിഷുവിനെ സംബന്ധിച്ചോളം സാധാരണ മാസപൂജകൾ 5 ദിവസം തുറക്കുന്നത് കൂടാതെ അഡീഷണൽ ആയിട്ട് 3 കൂടി വരും. ഈ വർഷം വിഷു 15-ാം തീയതിയാണ് വരുന്നത്. പക്ഷെ മലയാള മാസം 1-ാം തീയതി 14. അപ്പം അതിൽ ചെറിയൊരു ആശയക്കുഴപ്പം പലർക്കും ഉണ്ട്. പതിവ് പോലെ വിഷുവിൻ്റെ അന്ന് മുതൽ 5 ദിവസമാണോ നട തുറന്നിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 19-ാം തീയതി വരെ നട തുറന്ന് വെക്കണം. പക്ഷേ മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ആയതുകൊണ്ട് ഈ പ്രാവശ്യം മലയാള മാസം 1-ാം തീയതി, അതായത് ഏപ്രിൽ 14-ാം തീയതി മുതൽ 5 ദിവസം, അതായത് ഏപ്രിൽ 18-ാം തീയതി രാത്രി ഹരിവരാസനത്തോടുകൂടി നട അടയ്ക്കും. പക്ഷെ ഇത് പലരും 19-ാം തീയതി തൊഴാൻ പോകുന്നത് പോലെ തീരുമാനിച്ചു വെച്ചിട്ട് ഇരിക്കുന്ന ധാരാളം ഭക്തജനങ്ങളുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടതായ ദേവസ്വം ബോർഡ് എല്ലാ ഇതിലും കൊടുക്കുന്നുണ്ട്, അറിയിപ്പുകളെല്ലാം കൊടുക്കുന്നുണ്ട്. കൂടുതലും പത്രങ്ങളിലാണ് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ വരുന്നത്. പക്ഷെ പലരും പത്രങ്ങൾ കൃത്യമായി വായിക്കാത്തതിലൂടെയാണ് ഇതിൻ്റെ കൃത്യമായ അറിവുകൾ ലഭിക്കാതെ പോകുന്നത്. അതുമാത്രമല്ല, ശബരിമലയിൽ ദർശനം നടത്തുന്നത് ഇപ്പം മണ്ഡലകാലത്ത് നടത്തുമ്പോൾ ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് ഇരുമുടിക്കെട്ട് ഏന്തിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അല്ലാത്ത സമയത്ത് ദർശനം നടത്തുമ്പോഴും ആ ഒരു രീതിയിൽ തന്നെയാണോ പോകേണ്ടി വരുന്നത്? അല്ലെങ്കിൽ സാധാരണ നമ്മൾ
നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകുന്നത് പോലെ പോകാൻ പറ്റുമോ? ശബരിമലയെ സംബന്ധിച്ചോളം ആ 18 പടി കയറാനാണ് ഇരുമുടി നിർബന്ധമാക്കിയേക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ശബരിമലയിൽ ആചാര അനുഷ്ഠാനങ്ങൾ എഴുതി വെക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ സമ്പ്രദായം അനുസരിച്ച് നടന്നു പോരുന്ന കുറേ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. വേണമെങ്കിൽ എടുത്തു പറയാം 90%-ലേറെയും സമ്പ്രദായം അനുസരിച്ച്. അത് തന്നെ ഇപ്പം കേരളത്തിലെ മാത്രമല്ല, കേരളത്തിലെ സിസ്റ്റമല്ല തമിഴ്നാട്ടിലേക്ക് പോയാൽ, തമിഴ്നാട്ടിലെ സിസ്റ്റമല്ല കർണാടക സ്റ്റേറ്റിലേക്ക് പോയാൽ, ഇനി കേരളത്തിൽ തന്നെ വടക്കോട്ട് പോയാൽ മലബാർ മേഖലയിലുള്ള ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെല്ലാം ചെയ്യുന്ന ഒരു കോഴിക്കോട് ആ ഭാഗത്ത്, വയനാട്, മഞ്ചേരി ഇവിടെയൊക്കെ ചെയ്യുന്ന രീതിയല്ല നമ്മുടെ കൊച്ചിയിലേക്കൊക്കെ വന്നാലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തുള്ളതല്ല കൊല്ലം ഭാഗത്ത്. അങ്ങനെ മാറി മാറി ഒരുപാട് സമ്പ്രദായങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പം ഈ ചോദിച്ച ഒരു ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകം മനസ്സിലാക്കേണ്ടത്, ഈ 41 ദിവസം വ്രതം എടുത്താണ് പണ്ടൊക്കെ നിർബന്ധം ഉണ്ടായിരുന്നു. അതും സമ്പ്രദായം. നിർബന്ധമായിട്ട് ഒരാൾ കന്നിക്കെട്ടായിട്ട് പോകേണ്ടത് 41 ദിവസത്തെ വ്രതം അനുഷ്ഠിച്ചിട്ട് വേണം എന്നുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് അത് കുറേശ്ശെ കുറയാൻ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ 40 ദിവസത്തെ വ്രതം, വ്യക്തമായ വ്രതം എടുക്കാൻ ഇന്നത്തെ കാലഘട്ടം ആരെയും അനുവദിക്കാറില്ല. അതൊരു പ്രധാന ഘടകമാണ്. എന്നാൽ എന്താ പറയുക, പല ആചാര്യന്മാരും പറയാറുണ്ട്, എടുക്കുന്നത് കൃത്യമായിട്ട് എടുക്കുക. നമ്മളെ കൊണ്ട് ഒരാഴ്ച എടുക്കാൻ പറ്റുള്ളൂ, അത് കൃത്യമായിട്ട് എടുക്കുക. നമ്മൾ ഒരു മാനസികമായൊരു ഭാരം ചുമത്തിക്കൊണ്ട് ഒരു കാര്യം നല്ലത് ചെയ്താൽ, നമുക്കൊരു ആഹാരം പോലും, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം പോലും മനസ്സോടെ കഴിച്ചാൽ അത് ദഹന പ്രക്രിയയ്ക്ക് ഭയങ്കര തടസ്സം ഉണ്ടാവും. എന്ന് പറഞ്ഞ പോലെ ശബരിമലയിലേക്ക് 41 ദിവസ വ്രതം എടുത്തു വരുന്ന ധാരാളം ഭക്തന്മാരുണ്ട്, വിശേഷിച്ച് കേരളത്തിന് പുറത്തുള്ളവർ. ഇന്നും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തുള്ള മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലുള്ളവരൊക്കെ കൃത്യമായിട്ട് 40 ദിവസം വ്രതം എടുത്തിട്ടാണ് വരുന്നത്. എന്നാൽ കേരളത്തിൽ പല ആളുകൾക്കും ഇത് ചെയ്തു പോരാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ അതൊരു തെറ്റായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതൊക്കെ അവനവൻ നിശ്ചയിക്കേണ്ട ഒരു കാര്യമാണ്. 40 ദിവസം വ്രതം മനസ്സ് തൃപ്തിയില്ലാതെ എടുത്ത് ഒരു ഭാരമായിട്ട് എടുത്തു കൊണ്ടുപോയി ഭഗവാനെ ദർശിച്ചാൽ നമുക്ക് ചിലപ്പോൾ ദർശനം കിട്ടുന്നുണ്ടാവും. ഭഗവാൻ നമ്മളെ കാണുന്നുണ്ടോ എന്നുള്ളത് അത് അവനവൻ്റെ അനുഭവം കൊണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാ മാസവും മാസപൂജകളിലെല്ലാം തൊഴാൻ വരുന്ന ഭക്തജനങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ 41 ദിവസം വ്രതം എടുത്തിട്ടല്ലല്ലോ വരുന്നത്. ഇനി രണ്ടാമത്, ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമേ 18-ാം പടി ചവിട്ടി കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൂടാതെ പിൻഭാഗത്തായിട്ട് 3 ഗേറ്റുകളുണ്ട്, സ്റ്റാഫ് ഗേറ്റ് ഉണ്ട്. ഇതിലൂടെ വന്ന് ഭഗവാനെ തൊഴുതു പോകുന്ന ഭക്തജനങ്ങളുണ്ട്. നെയ്യ് മുദ്ര നിറയ്ക്കാതെ നെയ്യ് മാത്രം കൊണ്ടുവന്ന് ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്ന് അഭിഷേകം ചെയ്തു പോകുന്ന ഭക്തജനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു എന്താ പറയുക, കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ ഇതെല്ലാം തെറ്റെന്നും പറയാൻ പറ്റില്ല. എല്ലാം അവനവൻ്റെ ഒരു വിശ്വാസം. ഇതൊന്നും ആചാര ലംഘനമല്ല, അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷെ ഇന്നും ഇത് കൃത്യമായിട്ട് ആചരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ആദ്യത്തെ കന്നിക്കെട്ടാണ്, 40 ദിവസത്തെ വ്രതം എടുത്തിട്ടേ ഞാൻ പോവുകയുള്ളൂ, അങ്ങനെ ഒരു കർശനത്തോടെ പോകുന്ന കുടുംബങ്ങളും പ്രദേശങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ എല്ലാവരും ഈ രീതിയിലൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ദർശനത്തിന്റെ ഒരു സംശയം കൂടി ചോദിക്കാം. ഇപ്പോൾ ചിങ്ങമാസം എന്ന് പറയുന്നത് വർഷാരംഭമാണ്. അപ്പോൾ ചിങ്ങമാസത്തിൽ ഏതൊക്കെ സമയത്തായിരിക്കും ദർശനം സാധ്യമാവുക? തിരുവോണത്തിന്റെ സമയത്ത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ആയിരിക്കുമോ ദർശനം ഉണ്ടാവുക? ചിങ്ങമാസത്തിൽ നമ്മളെ നട തുറക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ 5 ദിവസത്തേക്കാണ്. അതിൽ മലയാള മാസം തുറക്കുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം തുറക്കും. അവിടെ ഏത് വിശേഷത്തിനും ശബരിമല മാസപൂജയ്ക്ക് മാത്രമല്ല, ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും മണ്ഡലക്കാലത്താണെങ്കിലും മകരവിളക്കിനാണെങ്കിലും ഏത് കാര്യത്തിനും, മകരവിളക്കിനും കുറച്ച് വ്യത്യാസമുണ്ട്. ബാക്കി ദിവസങ്ങളെല്ലാം നട തുറക്കുന്നത് തലേ ദിവസം വൈകുന്നേരം തുറക്കുന്നതായിട്ടാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അതിനൊരു കാരണമുണ്ട്, അത് പിന്നീട് പറയാം. അപ്പോൾ ഈ ചിങ്ങത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ ചിങ്ങമാസത്തിൽ ശരിക്കും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് അവിടുത്തെ മാസപൂജ എന്നുള്ളത്. എന്നാൽ ചില മാസങ്ങളിൽ ഈ ഓണത്തിന് വേണ്ടി ഈ മാസപൂജയോട് ജോയിന്റ് ആയിട്ട് യോജിച്ച് വരാറുണ്ട്. ചില സമയങ്ങളിൽ ചിങ്ങമാസം പകുതിക്കായിരിക്കും ഓണം. അങ്ങനെയാണെങ്കിൽ പൂരാടത്തിന്റെ ദിവസമാണ് നട തുറക്കുന്നത്. പൂരാടത്തിന് വൈകുന്നേരം തുറന്ന് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം 4 ദിവസത്തെ പൂജാകർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. വിശേഷിച്ച് വർഷങ്ങളായി ചെയ്തു പോരുന്നൊരു സമ്പ്രദായമാണ് ഓണസദ്യ. അത് കുറേ വർഷങ്ങളായിട്ട് മേശാന്തിയുടെ വക ഉത്രാട ദിവസം സദ്യയും, പിന്നെ അങ്ങോട്ട് ഓരോ ദിവസവും ദേവസ്വം ബോർഡ് സ്റ്റാഫിൻ്റെ കാലഘട്ടം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ഹോട്ടൽ നടത്തിക്കൊണ്ടിരുന്ന ഭക്തൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത് മാറി ഇന്ന് ഓരോരുത്തരുടെ വകയായിട്ട് നടന്നു പോകുന്നു. 4 ദിവസവും ഓണസദ്യ ഗംഭീരമായിട്ട് നടക്കാറുണ്ട്. അതിൽ വിശേഷമായിട്ട്
മേശാന്തിയുടെ വകയായിട്ട് ഓണസദ്യ ഉത്രാട സദ്യയായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ അത് മാസപൂജയുടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ദിവസമാണ് വരുന്നതെങ്കിൽ അഡീഷണൽ ആയിട്ട് 4 ദിവസം കൂടി ഈ പൂജാവിധാനങ്ങൾ ചിങ്ങമാസത്തിൽ ഉണ്ടായിരിക്കുന്നത്.